Gilangi. Malayali alla? Where are you from? Bengal, West Bengal. Bengal. Okay, West Bengal. Calcutta. Calcutta. Okay. കർത്താവ് നിന്റെ വീടിനകത്തൊരു പുനരുത്ഥാനം അയക്കുകയാണ്. നീ തിരിച്ച് നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കും. യേശു അത്ഭുതത്തിന്റെ ദൈവമാണെന്നതിന്റെ അടയാളം ഞാൻ വെതറുകൾ കാണുന്നു. ദൂതന്മാരുടെ തൂവലുകൾ നിന്റെ വീട്ടിൽ പൊഴിഞ്ഞു വീഴുകയാണ്. കർത്താവ് ഇന്ന് ആ വീട്ടിൽ വന്നു എന്നുള്ളതിന്റെ സയൻസ്, വന്നു എന്നുള്ളതിന്റെ അടയാളങ്ങൾ ഇന്ന് ആ വീട്ടിൽ തരും. നാളെയും മറ്റന്നാളും നിങ്ങൾക്ക് സാക്ഷ്യങ്ങൾ ഉണ്ടാവും. മലയാളം അറിയാമോ ഞാൻ പറയുന്നത്? പരിശുദ്ധാത്മാവ് അസാധാരണമായ ഒരു ആത്മപകർച്ച നിന്റെ മേൽ തന്നിരിക്കുക. ആ സിസ്റ്റർ തലയിലൊന്ന് കൈവച്ച് നീ ചിലത് ഷാർപ്പായി കാണാൻ പോവാം, ഷാർപ്പായി ചിലത് കേൾക്കാൻ പോവാം. പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക കരുതൽ നിന്റെ ലൈഫിൽ ഉണ്ടാവും. ഞാനൊരു അപ്പോസ്തലനാണ്. എൻ്റെ വാക്കുകളെ എനിക്ക് വിശ്വാസമാണ്. ഞാൻ അത് വിശ്വസിച്ച് പറയുകയാണ്. 2024 ഈ ഏപ്രിൽ 1 നിന്റെ ജീവിതത്തിന്റെ ടേണിങ് തുടങ്ങുകയാണ്. പിശാച് കുത്തിയ ശൂലങ്ങളെ പറിച്ചു കളയും. ദൈവത്തിന്റെ പുനരുത്ഥാന ശക്തി ആ വീട്ടിലേക്ക് ഞാൻ അയക്കുന്നു. ഇന്നു മുതൽ ഗ്ലോറിയസ് എൻകൗണ്ടർ ആ വീട്ടിൽ നടക്കും. ഈ 4-ാം മാസത്തിന്റെ 1-ാമത്തെ ദിവസം മുതൽ നിന്റെ ജീവിതത്തിൽ അസാധാരണമായത് ആരംഭിച്ചു തുടങ്ങുകയാണ്. ഞാൻ ആ അഭിഷേകത്തെ റിലീസ് ചെയ്യുന്നു. ആ സ്പിരിച്വൽ അതോറിറ്റിയെ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. സ്വീകരിച്ചോ? പ്രൊഫറ്റിക്കൽ ഐസ് ഓപ്പൺ ആകട്ടെ, പ്രൊഫറ്റിക്കൽ ടങ്സ് ഓപ്പൺ ആകട്ടെ. ഇൻ ജീസസ് നെയിം ആ പകർച്ച ഞാൻ റിലീസ് ചെയ്യുന്നു. ആ പകർച്ച ഞാൻ റിലീസ് ചെയ്യുന്നു. ആ പകർച്ച ഞാൻ റിലീസ് ചെയ്യുന്നു. ഈ അമേരിക്കൻ ബ്ലാക്സ്, ഓക്കെ, അമേരിക്കൻ ബ്ലാക്സ്, അതായത് അമേരിക്കയിലുള്ള വൈറ്റ്സ് അല്ല, ബ്ലാക്സ്, അങ്ങനത്തെ ആളുകളുടെ കൂടെ നീ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്ന കാണുന്നു. നീ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിൽക്കുന്ന കാണുന്നു. മിഷണറിമാർക്ക് നീ ഒരു വാതിലായിരിക്കും. മിഷണറിമാർക്ക് നീ ഒരു വാതിലായിരിക്കും. പൗലോസിനും ശീലാസിനും യൂറോപ്പിൽ ഒരു ഡോർ തുറക്കാൻ, സ്തോത്രം, യൂറോപ്പിൽ ഒരു ഡോർ തുറക്കാൻ ലൂദിയ ഒരു വാതിലായതുപോലെ ഇന്ത്യൻ മിഷണറിമാർക്ക് നീയും നിന്റെ കുടുംബവും ഒരു വാതിലായിരിക്കും. ആയിരത്തി 1987, 6 വർഷങ്ങളിൽ ജനിച്ചാരിലോ ആ വീട്ടിലുണ്ടോ? 1990, 86 or 85? ജൂൺ മാസമായിട്ട് എന്താ നിങ്ങൾക്ക് ബന്ധം? കല്യാണം ജൂൺ 9-ാം തീയതി 2021 കല്യാണം. എൻ്റെ പാസ്പോർട്ടിലും എൻ്റെ സർട്ടിഫിക്കറ്റിലും ഒക്കെ ഞാൻ ജനിച്ചത് ജൂൺ 7 എന്നുള്ള ഡേറ്റാ. പക്ഷെ എക്സാക്ട്ലി എൻ്റെ ബർത്ത് ഡേറ്റ് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ജൂൺ 9 മനസ്സിലായോ? നിങ്ങൾ ഫാമിലി അല്ലേ? ഈ ഒരു കുഞ്ഞേ ഉള്ളൂ? അത് അമ്മയാ. ഓക്കെ, ഇത്
കുഞ്ഞ? ഒരു മോളെ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ഉദരത്തിൽ ഒരു നഥനയേൽ കിടപ്പുണ്ടല്ലോ. ഞാനൊന്നും പറയട്ടെ. ഡിസംബറില് ഞാൻ കൺസീവ് ചെയ്തു. പക്ഷെ ജനുവരിത്തെ ആ സംഭവം ഡോക്ടർ പറഞ്ഞു പോയി. പക്ഷേ ഇപ്പം നിന്റെ അകത്തൊരു ജീവൻ ഇരിപ്പുണ്ട്. കർത്താവ് നിനക്ക് ആ വാഗ്ദത്തത്തെ തന്നിരിക്കുകയാണ്. സ്തോത്രം. ഈ ആരാധന നിന്റെ ലൈഫിൽ ഭയങ്കര ഷിഫ്റ്റ് നടത്തും. ഭയങ്കരമായിട്ട്. സ്തോത്രം. എല്ലാരും ഒന്ന് കര ഉയർത്തിപ്പിടിച്ച. നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സിസ്റ്ററിന്റെ യൂട്രസിലകത്തേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. നീ ഒരു മകന് ജന്മം കൊടുക്കും. ഇനി കർത്താവ് നിനക്ക് 2 തലമുറകളെ കൂടെ തരും. ഇന്നലെ കേട്ടല്ലോ, എഫ്രൈമിനെയും മനശ്ശയെയും കർത്താവ് അനുഗ്രഹിച്ചതുപോലെ നിനക്ക് സന്താനങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും. നീ രക്ഷപ്പെട്ട് നാട് വിട്ട് ഓടിയ ഹാഗറ, കയ്യിൽ കിട്ടിയത് കൊണ്ട് ഓടിയതാ. പോയ വഴിക്ക് ഉറവകൾ കണ്ടാ നീ പോയത്. പക്ഷെ ഒരിടത്തും പ്രോപ്പറായിട്ട് നീ സ്റ്റേ ചെയ്തിട്ടില്ല. കൂടാരം അടിച്ചടിച്ച് മാറുകയായിരുന്നു. എന്നാൽ ഇനി അങ്ങോട്ട് ഇന്ത്യൻ മിഷണറിമാർക്ക് നീയും നിന്റെ കുടുംബം ഒരു വാതിലായിരിക്കും. ഞാനൊരു ഇങ്ങനെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ ദൂത് റെക്കോർഡാണ്. മുമ്പോട്ട് വരുന്ന കാലങ്ങളിൽ അത് ഓർക്കാൻ പറ്റും. നമ്മൾ പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോഴേ, ഇവൻ ചില മ്യൂസിയങ്ങളിൽ, അതുപോലെ ചില കാഴ്ച മീൻസ് ഈ പ്രദർശനങ്ങളൊക്കെ നടക്കുന്ന മ്യൂസിയങ്ങളിലൊക്കെ ചെല്ലുമ്പം വർഷങ്ങൾക്ക് മുൻപ് വരച്ച എടുത്ത ഫോട്ടോസൊക്കെ നമ്മൾ കാണത്തില്ലേ? അപ്പം അതില് നമുക്ക് സിമിലറായിട്ട് തോന്നുന്ന മലയാള മുഖങ്ങളൊക്കെ കാണും. ഇവര് മലയാളിയായിരുന്നു എന്നൊക്കെ തോന്നും. ഇവിടെ തൃപ്പൂണിത്തറ ചെന്നാൽ പാലസില് അറിയാമല്ലോ, പോയിട്ടുണ്ടല്ലോ. അവിടെ പല രാജാക്കന്മാരുടെയും കൂടെ പല ആൾക്കാരും നിൽക്കുന്ന ഫോട്ടോസ് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നീ മരിച്ചു കഴിഞ്ഞാലും, ഇതൊരു പ്രവചനമാണ്, നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പടം ഇന്ത്യയുടെ ചരിത്രത്തിലെ മിഷണറിമാരുടെ കൂടെ ഉണ്ടായിരിക്കും. വർഷങ്ങൾക്ക് ശേഷം യൂട്യൂബിലൂടെ ഒരു 50 വർഷം കഴിഞ്ഞ് ഈ മെസ്സേജ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആമേൻ, യൂട്യൂബിലൂടെ ഒരു 50 വർഷം കഴിഞ്ഞ് ഈ മെസ്സേജ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാവും. സിസ്റ്ററെ, നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും പടം ഇന്ത്യയിലെ ഇന്ത്യൻ മിഷണറിമാരുടെ ചരിത്ര താളുകളിൽ വരും. ഇന്ന് ഈ ദിവസം മുതൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബത്തിന്റെ അഡ്രസ് മാറാൻ പോവാ. അങ്ങനത്തെ ഒരു മാൻഡിലാ നിങ്ങളുടെ തലയിൽ ഇന്ന് വീഴുന്നത്. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയം മുതൽ അസാധാരണമായിരിക്കും. നിങ്ങൾ ആരാ എന്താ എന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഈ മിനിസ്ട്രിയിൽ ഒരു ഒഴിവാക്കാൻ പറ്റാത്ത ഭാഗമായിരിക്കും കേട്ടോ. നിങ്ങൾ എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഈ പ്രവീൺ പാസ്റ്ററെ കൂടെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭാഗമായിരിക്കും നിങ്ങൾ. ഇന്ത്യൻ മിഷണറിമാർക്ക് നിങ്ങളൊരു വാതിലാണ്. ഞാനിവരെ അഭിഷേകം ചെയ്യുന്നു കർത്താവേ, അഭിഷേകം ചെയ്യുന്നു കർത്താവേ, ഇവരെ ബ്ലസ് ചെയ്യുന്നു കർത്താവേ. അങ്ങനെ സംഭവിക്കട്ടെ. അമ്മയുടെ ഉദരത്തിൽ
മുടന്തനായി ജനിക്കേണ്ട നിന്നെ കർത്താവ് വിളിച്ചു വേർതിരിച്ചു. നിന്റെ 14, 16, 18 വയസ്സിൽ മൂന്ന് സമയത്ത് മരണം നിന്നെ കൊണ്ടുപോയതാണ്. പക്ഷെ ഇന്ന് നിന്റെ വീട്ടിൽ കേറാൻ നിൽക്കുന്ന മരണത്തിന്റെ തടസ്സക്കാരൻ നീയാ. നിന്റെ പ്രാർത്ഥനയാണ്. നീ രാവും പകലും പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ കുടുംബത്തിൽ മരണദൂതന് കയറാൻ പറ്റുന്നില്ല. നീ ആരുടെയോ ജീവൻ പിടിച്ചിട്ടിരിക്കുകയാണ്. എന്നോട് ചോദിക്കാതെ ജീവൻ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് നീ പിടിച്ചു വച്ചിരിക്കുക ആരുടെയോ ജീവൻ. നീ ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പം നിന്റെ വീടിനകത്ത് പുതിയ ലിവർ ഉണ്ടായി വരുന്നു, പുതിയ കിഡ്നി ഉണ്ടായി വരുന്നു, പുതിയ ഹാർട്ട് ഉണ്ടായി വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഉയർപ്പ്, പുനരുത്ഥാനം സംഭവിക്കുന്നു. പുനരുത്ഥാനം സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പുനരുത്ഥാനം സംഭവിക്കുന്നു. പുനരുത്ഥാനം സംഭവിക്കുന്നു. മൂന്നാഴ്ച കേട്ടോ, 3 ആഴ്ച, കമ്മിങ് 3 വീക്സ്. ഈ 3 ആഴ്ചക്കുള്ളിൽ വീട്ടിൽ നടക്കാനിരുന്ന മരണം ഒരു 13 ദിവസം കൂടെ നിനക്ക് പ്രാർത്ഥിച്ച ജീവൻ പിടിച്ചു നിർത്താൻ പറ്റിയാൽ പിന്നെ മരണം ആ വീട്ടിൽ വരത്തില്ല. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള നീ പറയാതെ നിന്റെ വീട്ടിൽ ഒരു ഭൂതവും കയറത്തില്ല. ആ അഭിഷേകം നിനക്ക് തന്നുവിടുക. സഭ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. മരണത്തിന്റെ ആത്മാവിനെ, മരണത്തിന്റെ ദൂതനെ ഞങ്ങൾ വിലക്കുന്നു. ജീവൻ പ്രഭാഷകാൽമാസേറ്റേ, ജീവൻ കൽപ്പിക്കുന്നു, ജീവൻ കൽപ്പിക്കുന്നു, പുനരുത്ഥാനം കൽപ്പിക്കുന്നു.